പ്രിയസലോ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി ദൈവസ്ഥനിലേക്ക് കടന്നു വരുവാൻ ദൈവം അവിടുന്ന് കൃപ നൽകാനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മൾ 7 സ്നാനത്തെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കാണാൻ കഴിയുന്നതും പഠിക്കാൻ കഴിയുന്നതും ജാതികളുടെ സ്നാനം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. അത് നമുക്ക് തിരുവഴുത്തിൽ നോക്കി നമുക്ക് പഠിക്കാം. പ്രിയസലോട്, ജാതീയ ലോകത്തിൽ അനേക പൗരാണിക മതങ്ങളും അവരുടെ മതപരമായ ചടങ്ങുകൾ നടത്തിയിരുന്നു. എന്നാൽ അവയിൽ വിശ്വാസം നഷ്ടപ്പെട്ട ജനങ്ങൾ പുതിയ പുതിയ വിശ്വാസ ആചാരങ്ങളുമായി മുമ്പോട്ട് വന്നു. അങ്ങനെ ഒരു വിശ്വാസത്തിൽ നിന്ന് മറ്റൊരു വിശ്വാസത്തിലേക്ക് വന്നവരെ സ്വീകരിക്കുന്നതിനെ അവർ ഉപയോഗിച്ചിരുന്ന പ്രിയസലോടെ ചടങ്ങായിരുന്നു സ്നാനം. അന്നത്തെ കാലത്ത് ഒരു ചടങ്ങായിട്ടാണ് അവർ സ്നാനം ഏറ്റിരുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് ജാതിയിൽ നിന്ന് കടന്നു വരുന്ന ആൾക്കാരും സ്നാനം, അതുപോലെ തന്നെ യാഗാദി കർമ്മങ്ങൾ, പ്രാർത്ഥന എന്നിവയുടെ ഒരുക്കത്തിനായും പാപശുദ്ധീകരണത്തിനായും പുരാതന ജാതികൾ സ്നാനകർമ്മം അനുഷ്ഠിച്ചു പോന്നു. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ തെളിവാണ് പുണ്യതീർത്ഥങ്ങളിലെ സ്നാനം, അഥവാ ശരീരശുദ്ധിയാൽ ആന്തരിക ശുദ്ധി പ്രാപിക്കാം എന്നാണ് അവർ വിശ്വസിക്കുന്നത്. 2. യഹൂദന്മാരുടെ സ്നാനം എന്താണ് നമുക്ക് നോക്കാം. പ്രിയസലോടെ, യഹൂദന്മാർ ജഡീക ശുദ്ധീകരണത്തിനായി ജലസ്നാനം നടത്തിയിരുന്നു. ഉൽപ്പത്തി 35:2, പുറപ്പാട് 19:10. അതുപോലെ തന്നെ ജാതീയനായിരിക്കുന്ന ഒരുവൻ യഹൂദമതം സ്വീകരിക്കുവാനും അവനെ സ്നാനപ്പെടുത്തിയതാണ് മതത്തിൽ ചേർത്തിരുന്നത്. സ്നാനത്തിൻ്റെ പ്രാധാന്യം. സ്നാനം ജാതീയ കർമ്മങ്ങളുടെ അനുകരണമോ യോഹന്നാൻ്റെ ശുശ്രൂഷയുടെ അനുബന്ധമോ കേവലം മതപരമായ ശുദ്ധീകരണമോ ആയിട്ടല്ല, പ്രത്യുത സുനിശ്ചിതമായ ഒരു അർത്ഥത്തിൽ നല്ല ഉപദേശത്തിനായി ദൈവനാമത്തിൻ്റെ ആധികാരികതയിൽ നിവർത്തിക്കപ്പെടുന്ന നിബന്ധനമാണ് ക്രിസ്തീയ സ്നാനം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, രക്ഷിക്കപ്പെട്ടവർ അനുസരിക്കേണ്ടതിനായി ദൈവത്താൽ നൽകപ്പെട്ടിരുന്ന കൽപ്പനയാണ് സ്നാനം. കൂടാതെ ഞാൻ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന പ്രഖ്യാപനമാണ് സ്നാനം. താഴെ പറയുന്ന കാരണങ്ങളാൽ ഒരു വ്യക്തി സ്നാനപ്പെട്ടതിന് അത്യാവശ്യമാണ്. എന്താണെന്ന് നോക്കാം. സ്നാനം എന്തിനെ കുറിക്കുന്നു? സ്നാനം എന്തിനാണ് വിടുന്നത്? 1. യേശുവിൻ്റെ കൽപ്പന. മത്തായി 28:18-20, മർക്കോസ് 16:16. ക്രിസ്തുവിൻ്റെ കൽപ്പനയോടുള്ള അനുസരണമാണിത്. മത്തായി 28:18-20 സ്നാനം കഴിക്കുവാനുള്ള നിർദ്ദേശവും മർക്കോസ് 16:16 സ്നാനമേൽക്കുവാനുള്ള ആഹ്വാനവും കാണുന്നു. 2. ദൈവത്തിൻ്റെ ആലോചന. ലൂക്കോസ് 7:30. സ്നാപക യോഹന്നാനെ സ്നാനം എന്ന ഉപദേശത്തിനായി നിയോഗിച്ചയച്ചത് ദൈവം തന്നെ ആയിരുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ തിരുവെഴുത്തിൽ യോഹന്നാൻ 1:6-33. വ്യവസ്ഥ പ്രകാരമുള്ള ജലസ്നാനത്തെ നിസാരമാക്കുന്നവർ ദൈവത്തിൻ്റെ ആലോചന തങ്ങൾക്ക് വൃഥാവാക്കുകയാണ് എന്നതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പോസ്തോലിക നടപടിയാണ് അപ്പോസ്തല പ്രവൃത്തി 2:38. യേശുവിൻ്റെ മാതൃക. മത്തായി 3:16. ഗലീലയിൽ നിന്നും യോർദാൻ നദി വരെ നടന്ന് വന്ന് തൻ്റെ സൃഷ്ടിയായ യോഹന്നാൻ്റെ കൈക്കീഴിൽ യേശു സ്നാനമേറ്റു. ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്കുചിതമെന്ന് പ്രസ്താവിക്കുന്നു. കർത്താവിനത് ആവശ്യമായിരുന്നുവെങ്കിൽ നമുക്ക് നിശ്ചയമായി ആവശ്യമാണ്. ക്രിസ്തീയ സഭയിൽ ഒഴിച്ചുകൂടാനാകാത്ത 2 കർമ്മങ്ങളാണ്. 1. സ്നാനം. മത്തായി 28:18-20. ആദിമസഭയുടെ ആചാരം. അപ്പോസ്തല പ്രവൃത്തി 8:36, 2:37-41. ആദിമസഭയിലേക്കുള്ള പ്രവേശനത്തിൻ്റെ അനിവാര്യവും അവിഭാജ്യവുമായ ഘടകമായ സ്നാനത്തെ പരിഗണിച്ചിരുന്നു. മർക്കോസ് 16:16, അപ്പോസ്തല പ്രവൃത്തി 22:17. ഐത്യോപ്യ രാജ്യത്തിലെ ധനകാര്യമന്ത്രിയായിരുന്ന ഷണ്ണൻ, കാരാഗ്രഹ പ്രമാണി ലുദിയ, കൊർന്നല്യോസിൻ്റെ ഭവനക്കാർ, തർസോസുകാരൻ ശൗൽ എന്നിവരെല്ലാം മാനസാന്തരപ്പെട്ട ശേഷം ഒട്ടും താമസിയാതെ ജലസ്നാനത്തിലേക്ക് നടത്തിയതായി വായിക്കുന്നതിനാൽ ജലസ്നാനത്തിൻ്റെ അവിഭാജ്യവും പ്രാധാന്യതയും സ്ഥിരീകരിക്കപ്പെടുന്നതായിട്ട് ദൈവത്തിൻ്റെ തിരുവെഴുത്തുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. തിരുവെഴുത്തുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആരാണ് സ്നാനപ്പെടേണ്ടത് എന്നുള്ള ചോദ്യമാണിവിടെ. ഒരു സ്നാനാർത്ഥി ആരാണ്? സുവിശേഷം കേട്ട് വിശ്വസിച്ചവർ. മർക്കോസ് 16:16. മാനസാന്തരം അനുഭവം പ്രാപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവരാണ് സ്നാനപ്പെടേണ്ടത്. ഒരുവൻ സുവിശേഷം അംഗീകരിച്ചു എന്നതിൻ്റെ പ്രകടമായ തെളിവാണ് സ്നാനം.
പത്രോസിൻ്റെ വാക്ക് കൈക്കൊണ്ടവർ മാത്രമാണ് സ്നാനമേറ്റത്. അപ്പോസ്തല പ്രവൃത്തി 2:31. കൂടാതെ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ച ഷണ്ണനെ സ്നാനം കഴിപ്പിച്ചു. ഇങ്ങനെ വേദപുസ്തകത്തിൽ സ്നാനത്തെക്കുറിച്ചുള്ള പറഞ്ഞിരിക്കുന്ന എല്ലാ ഭാഗങ്ങളിലും വിശ്വസിക്കുന്നവർക്ക് നൽകേണ്ട ഒന്നായിട്ടാണ് സ്നാനത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. 2. കണ്ണ് തുറക്കപ്പെട്ടവർ. അപ്പോസ്തല പ്രവൃത്തി 9:18. 3. മാനസാന്തരപ്പെട്ടവർ. അപ്പോസ്തല പ്രവൃത്തി 2:38. 4. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുന്നവർ. മത്തായി 3:18 ലൂക്കോസ് 3:8. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ. അപ്പോസ്തല പ്രവൃത്തി 10:47. 6. ദൈവവചനം അഭ്യസിച്ചവർ. മത്തായി 28:9-20. 7. ജഡം മരിച്ചിട്ട് ക്രിസ്തുയേശുവിൽ പുതിയ ആത്മീക ജീവിതം നയിക്കുന്നവർ. റോമർ 6:1-13. സ്നാപക യോഹന്നാൻ. സ്നാനം കഴിപ്പിക്കുന്നവൻ ആരാണ്? സ്നാപകൻ. സ്നാനം കഴിപ്പിക്കുന്നത് ആരാണ്? ഒരു സുവിശേഷകന് സ്നാനം കഴിപ്പിക്കാൻ കഴിയും. ഉദാഹരണം, സുവിശേഷകനായി തന്നെ കൂടാതെ പീലിപ്പോസ്, യോഹന്നാൻ സ്നാപകൻ, പത്രോസ്, പൗലോസ്, ശീലാസ്, അനന്യാസ് എന്നിവർ അനേകരെ സ്നാനപ്പെടുത്തിയതായിട്ട് തിരുവെഴുത്ത് നമുക്ക് കാണാൻ കഴിയുന്നു. ഏതു നാമത്തിൽ സ്നാനപ്പെടണം? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. മത്തായി 28:19. ഇതാണ് മഹാനിയോഗം. സ്നാനം എവിടെയാണ് നടത്തേണ്ടത്? സ്നാന ശുശ്രൂഷ നടത്തുവാൻ തക്കവണ്ണം വെള്ളമുള്ള ഏതൊരു സ്ഥലത്തും നടത്താം. ഉദാഹരണം, നദിക്കരയിൽ. മത്തായി 3:13-14. യോഹന്നാൻ സ്നാപകൻ ശുശ്രൂഷ. യോഹന്നാൻ 3:22-23. ശലേമിനരികെ ത്തുള്ള ഐനോനിൽ. അവിടെ ധാരാളം വെള്ളമുണ്ടായിരുന്നു. മാത്രമല്ല ചില സമയത്ത് ഒരു കെട്ടിടത്തിനുള്ളിലോ വ്യക്തമാക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ പോലും സ്നാന ശുശ്രൂഷ നടത്തുവാൻ കഴിയും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഉദാഹരണം, ലുദിയ. അപ്പോസ്തല പ്രവൃത്തി 16:13-15. കാരാഗ്രഹ പ്രമാണിയും കുടുംബവും. അപ്പോസ്തല പ്രവൃത്തി 18:33. മന്ത്രവാദിയായ ശീമോൻ. അപ്പോസ്തല പ്രവൃത്തി 8:12-13. സ്നാനത്തിൻ്റെ വിധം, രീതി. ക്രൈസ്തവ ലോകത്തിൽ 2 വിധത്തിൽ സ്നാനം നിലനിൽക്കുന്നു: തളിപ്പും നിബഞ്ജന സ്നാനവും. എന്നാൽ പൊതുവായി ചിന്തിച്ചാൽ ഇത് 3 വിധത്തിൽ നടത്തപ്പെടുന്നു. 1. ഒഴിക്കുക. ഇതൊരു പക്ഷേ പഴയ നിയമത്തിലെ അഭിഷേകത്തിൽ നിന്നും കടം കൊണ്ട ആശയമാകാം. 1 ശമൂവേൽ 10:1. 2. തളിക്കുക. ഇത് പഴയ നിയമത്തിലെ പരിച്ഛേദനയിൽ നിന്നും കടം എടുത്തതാകാം. കുട്ടികൾക്ക് വേണ്ടി മാതാപിതാക്കൾ ഇതിൽ സഭാപുരോഹിതൻ്റെ മുമ്പാകെ ഉടമ്പടി ചെയ്യുന്നു. 3. നിമഞ്ജനം. ബാപ്റ്റിസ്റ്റ് എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം നിമഞ്ജനം എന്നതാണ്. ചരിത്ര സത്യം നാം വിലയിരുത്തുമ്പോൾ ആദിമസഭയുടെ സ്നാനരീതി നിബഞ്ജനമായിരുന്നു എന്നത് കാണാം. ഉദാഹരണം, കർത്താവ് വെള്ളത്തിൽ നിന്ന് കയറി. മത്തായി 3:16. പീലിപ്പോസും ഷണ്ണനും ഇരുവരും വെള്ളത്തിലിറങ്ങി അവർ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോസ്തല പ്രവൃത്തി 8:38-39 ഒക്കെ കാണാൻ കഴിയുന്നുണ്ട് സ്നാനം എങ്ങനെ ചെയ്യണമെന്നുള്ളത്. റോമർ 6:1-13 വാക്യങ്ങൾ പ്രകാരം ഒഴിക്കൽ, തളിക്കൽ എന്നിവയേക്കാൾ അധികം ക്രിസ്തുവിൻ്റെ അടുക്ക പുനരുദ്ധാനങ്ങൾ സാക്ഷ്യം വഹിക്കുന്നതാണ് നിബഞ്ജനം തന്നെയാണ്. വെള്ളത്തിൽ മുങ്ങുന്ന വിശ്വാസി ക്രിസ്തുവിൻ്റെ മരണമടക്ക പുനരുദ്ധാനത്തോടുകൂടി താൻ ഏകീഭവിച്ചെന്നും ജീവിക്കുന്നത് മേലാൽ ക്രിസ്തുവിന് വേണ്ടിയാണെന്നും ലോകത്തോടെ പരസ്യ പ്രഖ്യാപനം ചെയ്യുകയാണ്. കൊലോസ്യർ 2:12 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എങ്ങനെയാണ് സ്നാനപ്പെടേണ്ടത് എന്നുള്ളത്. സ്നാനാർത്ഥിയുടെ ഉത്തരവാദിത്തങ്ങൾ: ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുക. റോമർ 6:4 കാണുന്നുണ്ട്. പഴയ മനുഷ്യൻ്റെ പ്രവൃത്തി മുഴുവനും പരിത്യജിച്ച് പുതു മനുഷ്യനെ ധരിക്കുക അനുഭവമാണ് ജലസ്നാനം. അതായത് പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞിട്ട് ഒരു പുതിയ മനുഷ്യൻ ആകയാൽ വാക്കിലും നടപ്പിലും പ്രവൃത്തിയിലും എല്ലാ മാതൃകയുള്ള ജീവൻ നയിക്കേണ്ടതാണ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 2. ഉയരത്തുള്ളത് അന്വേഷിക്കുക. കൊലോസ്യർ 3:1. ക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനങ്ങൾക്ക് ശേഷം അവിടുന്ന് സ്വർഗത്തിലേക്ക് കടന്നുപോയി. എന്നാൽ വിശ്വാസി ജനസ്നാനത്തിലൂടെ പാപസംബന്ധമായി ക്രിസ്തുവിനോടുകൂടെ മരിക്കുകയും അടക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത ശേഷം ഭൂമിയിൽ തന്നെ തുടരുന്നു. എന്നാൽ അവരുടെ ചിന്താമണ്ഡലം ക്രിസ്തുവിനോട് കൂടി പറന്നു ഉയരണം. പ്രത്യാശയുടെ ചിറകുകൾ വിടർത്തി ഉന്നതങ്ങളിലേക്ക് പറക്കണം. അപ്പോൾ സ്വർഗത്തിലിരുത്തപ്പെട്ടിരിക്കുന്ന അനുഭവം ഉണ്ടാകുന്നു. എഫേസ്യർ 2:7. 3. ദൈവജനത്തോടുകൂടി കൂട്ടായ്മ ആചരിക്കുക അഥവാ സഭയോട് ചേരുക. അപ്പോസ്തല പ്രവൃത്തി 2:41. പെന്തക്കോസ്ത് നാളിൽ പത്രോസിൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റെന്ന് 3000-ഓളം പേർ സഭയോട് ചേർന്നു നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ
മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ ദൈവമക്കൾ അതാത് സ്ഥലങ്ങളിലുള്ള ദൈവമക്കളോടുകൂടെ കൂട്ടായ്മ ആചരിക്കേണ്ടതാണ്. ക്രിസ്തുവിനോടുകൂടെ ചേരുക എന്ന പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയോട് ചേരുക എന്നർത്ഥമുണ്ട്. രൂത്ത് 1:16, 2:8, സദൃശ്യം 18:1. സ്നാനമേറ്റവർക്കുള്ള അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. സ്നാനമേറ്റവൾ പ്രാപിക്കുന്ന ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയുന്നു. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടുകൂടെ വാസം ചെയ്യും. യോഹന്നാൻ 14:23. ജലസ്നാനത്തിൽ വിശ്വാസി ക്രിസ്തുവിനോടുകൂടെ ചേരുകയും. റോമർ 6:3. കൂടാതെ ശിഷ്യന്മാർക്ക് സ്നാനം കഴിപ്പിക്കാനുള്ള കൽപ്പന കൊടുത്ത ശേഷം ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് യേശു അരുളി ചെയ്തു. മത്തായി 28:18-20 വരെ. 2. ആത്മീക സന്തോഷം ലഭിക്കുന്നു. ഐത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യമന്ത്രിയായിരുന്ന ഷണ്ണൻ സ്നാനമേറ്റ ശേഷം അവൻ സന്തോഷിച്ചുകൊണ്ട് തൻ്റെ വഴിക്ക് പോയി എന്ന് എഴുതിയിരിക്കുന്നു. പ്രവൃത്തി 8:39. കൂടാതെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. യോഹന്നാൻ 15:10-11. ദൈവകൽപ്പനകളുടെ ലംഘനം മനസ്സിൽ അസ്വസ്ഥതയെയും ഭാരത്തെയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. എന്നാൽ കൽപ്പനയുടെ അനുസരണമോ തികഞ്ഞ സന്തോഷം ഉളവാക്കും എന്നുള്ളത് തിരുവെഴുത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നു. 3. പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കുന്നു. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അപ്പോസ്തലപ്രവൃത്തി 2:38. മാത്രമല്ല ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികൾ ആകുന്നു. അപ്പോസ്തലപ്രവൃത്തി 5:32 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രിയരെ, പ്രൈസ് ദി ലോർഡ്. മാനസാന്തരം, ജലസ്നാനം എന്നിവയ്ക്ക് ശേഷം പരിശുദ്ധാത്മാ സ്നാനത്തിലേക്ക് നടത്തപ്പെടുന്നു. എന്നാൽ കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ ജലസ്നാനത്തിന് മുമ്പേ പരിശുദ്ധാത്മാ പകർച്ചയും ഉണ്ടായി. അപ്പോസ്തലപ്രവൃത്തി 10:44. പ്രൈസ് ദി ലോർഡ്. കാരണം രക്ഷയ്ക്കുള്ള വാതിൽ ദൈവം പുറജാതികൾക്ക് തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്ന സംശയം മാറ്റുവാനാണ് കർത്താവ് അവിടെ അങ്ങനെ ചെയ്തത്. സ്നാനം എന്തിന്? സ്നാനത്തോടുകൂടി എന്തൊക്കെ സംഭവിക്കുന്നു? 1. ശിഷ്യത്വം അംഗീകരിക്കുന്ന പ്രഖ്യാപനമാണ് സ്നാനം എന്ന് പറയുന്നത്. സകല ജാതികളെയും ശിഷ്യരാക്കുക എന്നതായിരുന്നു കർത്താവ് ശിഷ്യന്മാർക്ക് നൽകിയ പ്രഥമമായ ഉത്തരവാദിത്വം നമുക്ക് കാണാം. ശിഷ്യത്തിനു ഉള്ള വ്യവസ്ഥ വിശ്വാസമാണ്. പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ വിശ്വാസത്താൽ ക്രിസ്തുവിൻ്റെ ശിഷ്യനായി തീർന്നു എന്നതിൻ്റെ പരസ്യ പ്രഖ്യാപനമാണ് സ്നാനം. കൂടാതെ ഇത് കർത്താവിൻ്റെ കൽപ്പനയോടുകൂടെയുള്ള അനുസരണത്തിൻ്റെ വെളിപ്പെടുത്തൽ കൂടിയായിരുന്നു. പ്രിയരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 2. യേശു ക്രിസ്തുവിനോട് ചേരുന്നതിനായിട്ട് സ്നാനമേൽക്കുക. ഗലാത്യർ 3:27. റോമർ 6:3. സ്നാനപ്പെടുന്ന ഒരു വ്യക്തി യേശു ക്രിസ്തുവിനോട് ചേരുക എന്നതാണ് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനം. ഇസ്രായേൽ മക്കൾ ചെങ്കടൽ സ്നാനത്തിലൂടെ തങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ മോശയോട് ചേർന്നതുപോലെ 1 കൊരിന്ത്യർ 10:2-3. യേശുവിനെ കൈക്കൊള്ളുന്നവർ അവൻ്റെ കൽപ്പനയായ സ്നാനം സ്വീകരിക്കുന്നതിലൂടെ യേശുവിനോട് ചേരുക എന്നതാണ്. യേശുവിനോട് ചേരുവാനുള്ള ഒരു പ്രവൃത്തി ആയി വിശുദ്ധ പൗലോസ് സ്നാനത്തെ വെളിപ്പെടുത്തിയിരുന്നു. ഗലാത്യർ 3:27-3. യേശുക്രിസ്തുവിൻ്റെ മരണ, അടക്ക, പുനരുത്ഥാനത്തോടുള്ള ഏകീകരണം. റോമർ 6:3. പ്രൈസ് ദി ലോർഡ്. കൊലോസ്യർ 2:18. പാപസംബന്ധമായി മരിച്ചവനാണ് ഈ എൻ്റെ മകൻ മരിച്ചവനായി വീണ്ടും ജീവിച്ചിരിക്കുന്നു. ലൂക്കോസ് 15:24. എന്നാൽ തിരികെ വന്ന മകൻ പാപത്തിനും തൻ്റെ കഴിഞ്ഞകാല ബന്ധങ്ങൾക്കും മരിച്ചവനായിരുന്നു. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ രക്ഷ പ്രാപിക്കുന്നവർ പാപത്തിന് മരിക്കുന്നു. ക്രിസ്തുവിൻ്റെ മരണം തനിക്ക് വേണ്ടിയായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം ആഴത്തിൽ ഗ്രഹിച്ചുകൊണ്ട് കർത്താവ് തനിക്ക് വേണ്ടി ചെയ്ത ഈ സ്നേഹ പ്രവർത്തനത്തിൽ താൻ പങ്കാളി ആകുന്നതിനോടാണ് സ്നാനത്തെ ഉപമിച്ചിരിക്കുന്നത്. സ്നാനപ്പെടുന്ന ഒരു വ്യക്തി തനിക്ക് വേണ്ടി മരിച്ചു കർത്താവിൻ്റെ മരണത്തെ അംഗീകരിക്കുന്നതോടൊപ്പം അതിൽ പങ്കാളികളാകുകയും ചെയ്യുന്നു. മരിച്ചവരെ അടക്കം ചെയ്യണം എന്ന പ്രമാണത്തിൻ്റെ ആലങ്കാരിക പ്രയോഗമാണ് ക്രിസ്തുവിനോടുകൂടി അടക്കപ്പെടുക എന്നുള്ളത്. വെള്ളത്തിൽ സ്നാനാർത്ഥി മുങ്ങുമ്പോൾ പ്രതിരൂപാത്മകമായി അത് പ്രഖ്യാപിക്കപ്പെടുകയും ക്രിസ്തുവിനെ സ്വീകരിച്ച വ്യക്തി അന്നുവരെയുള്ള തൻ്റെ പാപപ്രവൃത്തികളെ എന്നേക്കുമായി ഉപേക്ഷിച്ച് ഉരിഞ്ഞുകളഞ്ഞു കുഴിച്ചിട്ടു അല്ലെങ്കിൽ എന്നതിൻ്റെ പ്രതിരൂപാത്മകമായ പ്രകടനമത്രേ സ്നാനം. അങ്ങനെ സ്നാനത്താൽ നാം അവനോടുകൂടെ അടക്കപ്പെടുന്നു, ദൈവത്താൽ ചേരുന്നു. സ്നാനപ്പെടുന്ന ഒരു വിശ്വാസിയെക്കുറിച്ചാണ് ഇവിടെ കാണാൻ. മരിച്ചു അടക്കപ്പെട്ട ക്രിസ്തു.
ക്രൈസ്തലോടെ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റതുപോലെ ക്രിസ്തുവിനോട് ചേരുന്ന വ്യക്തിയും സ്നാനത്തിലൂടെ അവൻ്റെ പാപസംബന്ധമായ മരണത്തെയും നീതിമാനായി ജീവിക്കേണ്ടതിനായുള്ള ഉയർത്തെഴുന്നേൽപ്പിനെയും ആലങ്കാരികമായി സൂചിപ്പിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്ന ഔദ്യോഗിക വ്യക്തിപരമായ പ്രഖ്യാപനമാണ് സ്നാനം. അങ്ങനെ സ്നാനം സ്വീകരിച്ചവർക്കുള്ള ദൈവിക വാഗ്ദത്തമാണ് പരിശുദ്ധാത്മാവ് സ്നാനമെന്ന് നമുക്ക് ഇവിടെ പറയപ്പെടുന്നു, ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ക്രൈസ്തലോടെ ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ ധരിക്കുന്നു. സ്നാനപ്പെട്ട ഒരു വ്യക്തി യേശു ക്രിസ്തുവിനെ ധരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഗലാത്യർ 3:20 മനുഷ്യർ വസ്ത്രം ധരിക്കുന്നത് നഗ്നത മറയ്ക്കാനാണ് എന്നതുപോലെ മനുഷ്യൻ്റെ പാപത്തിൻ്റെ കളങ്കം ക്രിസ്തുവിലൂടെ മറയ്ക്കപ്പെടുന്നു. യേശു ക്രിസ്തുവിനെ അംഗീകരിച്ചതിൻ്റെ ലക്ഷണമായ സ്നാനം സ്വീകരിക്കുന്നതിന് ക്രിസ്തുവിനെ ധരിക്കുക എന്ന വിശേഷണമാണ് നൽകിയിരിക്കുന്നത്. പാപഭംഗിലമായ ദുഷിച്ച അവസ്ഥയിൽ നിന്നും വിശുദ്ധ വസ്ത്രാലങ്കാരമായ ക്രിസ്തു എന്ന തന്നെ നിർമ്മലീകരിക്കുന്ന പാപപ്രവൃത്തികൾക്ക് വിശ്വാസികളുടെ മേൽ കർത്തൃത്വം നടത്തുവാൻ സാധ്യത ഉണ്ടാകത്തക്കവണ്ണം ക്രിസ്തുവിന് ഉള്ളിൽ വസിച്ചുകൊണ്ട് തന്നെ വിശുദ്ധ ജീവിതം നയിക്കുവാൻ സഹായിക്കുന്നു. സ്നാനവും പരിച്ഛേദനം. പരിച്ഛേദനം 1. നമുക്കിവിടെ പരിച്ഛേദന എന്താണെന്ന് നോക്കാം. പ്രീസ്തലോടെ സ്നാനം എന്താണ്, പരിച്ഛേദന എന്താണ്, നമുക്ക് ഒരു പ്രാവശ്യം കൂടെ നോക്കാം. 1. പരിച്ഛേദന വിശ്വാസനീതിക്ക് മുദ്രയാകുന്നു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. ആ വിശ്വാസനീതിക്ക് അടയാളമായി ദൈവം അവനെ പരിച്ഛേദന നൽകി. റോമർ 6:11 എന്നാൽ പുതിയ നിയമം വിശ്വാസിയുടെ മുദ്ര പരിശുദ്ധാത്മാവാകുന്നു. 2. പരിച്ഛേദന ഇസ്രായേലിൽ ശിശുക്കൾക്ക് 8-ാം നാളിൽ നിർബന്ധമായിരുന്നു. എന്നാൽ സ്നാനത്തിന് പ്രായമില്ല, വിശ്വാസമാണ് വിഷയം. മർക്കോസ് 16:16 പരിച്ഛേദന ഏൽക്കാത്ത ഇസ്രായേലിൽ മരണശിക്ഷയ്ക്ക് അർഹനാണ്. ഉൽപ്പത്തി 17:23 എന്നാൽ സ്നാനം ഏൽക്കാത്തവർക്ക് മരണശിക്ഷ ഉണ്ട് എന്ന് പറയുന്നില്ല. പരിച്ഛേദന ഒരു പ്രത്യേക വിഭാഗത്തിന് യഹൂദന്മാർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ്. സ്നാനം എല്ലാവർക്കും ആവശ്യമാണ്. പരിച്ഛേദനയ്ക്ക് വിശ്വാസം ആവശ്യമില്ല, എന്നാൽ സ്നാനത്തിന് പൂർണ്ണ ഹൃദയത്തോടു കൂടിയുള്ള വിശ്വാസം ആവശ്യമാണ്. 8-ാം നാളിൽ പരിച്ഛേദന സ്വീകരിച്ച യേശു പിന്നീട് സ്നാനം സ്വീകരിച്ചതായി തിരുവെഴുത്തിൽ പറയുന്നു. ലൂക്കോസ് 2:21 മാത്രമല്ല, പരിച്ഛേദനയേറ്റ യഹൂദന്മാർ തന്നെ പിന്നീട് സ്നാനമേറ്റതായി കാണുന്നു. മത്തായി 3:16 ഇവ രണ്ടും ഒന്നായിരുന്നുവെങ്കിൽ സ്നാനം സ്വീകരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നതാണ് ദൈവവചനം വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. പരിച്ഛേദന ഏൽക്കാത്ത യഹൂദൻ നിയമം ലംഘിക്കുക എന്നാണ്. പരിച്ഛേദന ഏൽക്കുന്ന വിശ്വാസി ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ പ്രയോജനം ഇല്ലാതെയാക്കുന്നു. ഗലാത്യർ 5:1-4 വരെ എല്ലാം ദൈവവചനത്തോടു കൂടിയാണ് ഞാനിത് പ്രഖ്യാപിക്കപ്പെടുന്ന. ദൈവത്തിൻ്റെ നാമത്തിലെ പരിച്ഛേദനയാൽ ഒരുവൻ യഹൂദനായി തീരുന്നു, എന്നാൽ ജാതീയനായ ഒരുവൻ രക്ഷിക്കപ്പെട്ടാൽ അവൻ ക്രിസ്ത്യാനിയായിരുന്നു. ജലസ്നാനത്തെപ്പറ്റി ക്രൈസ്തവ മണ്ഡലത്തിൽ സഭയിൽ കടന്നുകൂടിയ 3 തെറ്റായ ഉപദേശങ്ങൾ അതെന്താണെന്ന് നോക്കാം. സ്നാനത്താൽ പാപമോചനവും വീണ്ടും ജനനവും ഉണ്ടാകുന്നെന്ന് പഠിപ്പിക്കൽ. സ്നാനത്താൽ പാപമോചനം ഉണ്ടാകുന്നുവോ? സ്നാനം എന്ന കർമ്മത്തിലൂടെ ഒരു പാപിക്ക് പാപമോചനം ഉണ്ടാകുന്നില്ല. സകല സമുദ്രങ്ങളിലെയും ജലം കൊണ്ടുവന്ന് ഒരുവനെ കഴുകിയാലും അവനെ ആന്തരികമായ ശുദ്ധി ഉണ്ടാകുന്നില്ലെന്നാൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്താലും നാമത്താലും വചനത്താലും ആത്മാവിനാലും മാത്രമേ ശുദ്ധീകരണം നടക്കുകയുള്ളൂ. യോഹന്നാൻ 15:3 1 കൊരിന്ത്യർ 6:11 1 യോഹന്നാൻ 1:7 രക്ഷ വിശ്വാസത്താലാണ്, മറിച്ച് കർമ്മ മാർഗത്തിലല്ല. എഫേസ്യർ 2:8 അപ്പോസ്തല പ്രവൃത്തി 2:28 രക്ഷ ഒരിക്കലും വിശ്വാസത്താലാണ്, മറിച്ച് കർമ്മമാർഗത്താൽ ഒരിക്കലും ഒരു വ്യക്തിക്ക് രക്ഷിക്കപ്പെടാൻ കഴിയത്തില്ല. അവർ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തു രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക, അഭിഷേകം പ്രാപിക്കുക. ഇതാണ് ദൈവിക കൽപ്പന. നിങ്ങളുടെ പാവങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിനെ മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ എന്ന് അപ്പോസ്തല പ്രവൃത്തി 3:19 സ്പഷ്ടമായി കാണുന്നതിനാൽ മാനസാന്തരത്തിലാണ് പാപമോചനം ഉളവാകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കൂടാതെ അവനിൽ വിശ്വസിക്കുന്ന ഏവനെയും അവൻ്റെ നാമം മൂലം പാപമോചനം ലഭിക്കും എന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ആകയാൽ പാപമോചനം സ്നാനം എന്ന കർമ്മത്തിലല്ല, അവൻ്റെ നാമത്തിലാണ് അധിഷ്ഠമായിരിക്കുന്നതെന്ന് തെളിയുന്നു. 1 കൊരിന്ത്യർ 6:11 അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ഒരു പാപി മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് കൈക്കൊള്ളുമ്പോൾ അവൻ്റെ പാപങ്ങൾ മോചിച്ചു കിട്ടുന്നു. അപ്രകാരം ഹൃദയത്തിലുണ്ടായ പരിവർത്തനത്തെ പരസ്യമായി ലോകത്തിൽ വെളിപ്പെടുത്തുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്ന കർമ്മമാണ് ജലസ്നാനം എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പ്രൈസിലൂടെ സ്നാനത്താൽ വീണ്ടും ജനനം നടക്കുമോ? ജലസ്നാനത്താൽ വീണ്ടും ജനനം നടക്കുന്നു എന്ന് പഠിപ്പിക്കൽ അതിനെ ആധാരമായി എടുക്കുന്ന വാക്യം യോഹന്നാൻ 3:3
മുതൽ 6 വരെ നിന്നുള്ളതാണ്. എന്നാൽ ജലസ്നാനത്താൽ വീണ്ടും ജനനം നടക്കുന്നു എന്ന ഒരു സൂചന പോലും തിരുവെഴുത്തിലില്ല. ദൈവവചനമാകുന്ന വെള്ളമാണ് കർത്താവ് യോഹന്നാൻ 3:5 ഉദ്ദേശിച്ചത്. 1 പത്രോസ് 1:23 കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നുവെന്ന് കാണുന്നു. കൂടാതെ യാക്കോബ് 1:18 വചനത്തിലാണ് വീണ്ടും ജനനം നടക്കുന്നതെന്ന് കാണുന്നു. എന്നാൽ തീത്തോസ് 3:6 പുനർജനന സ്നാനം എന്ന ഒരു പ്രയോഗം കാണുന്നതിനാൽ വീണ്ടും ജനനത്തിൽ ജലസ്നാനം അനിവാര്യമാണെന്ന് ചിലർ കരുതുന്നു. പരിഭാഷയിൽ നിന്ന് വ്യത്യാസമുണ്ട്. അഥവാ പുനർജനനത്തിന് കഴുകൽ എന്നതാണ് ഇംഗ്ലീഷ് കാണുന്നത്. അതായത് ഒരു വ്യക്തി വീണ്ടും ജനനത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിൻ്റെ രക്തത്താലും അവൻ്റെ വചനത്താലും ദൈവാത്മാവിനാലും അവൻ്റെ അന്തരംഗത്തിൽ നടക്കുന്ന ശുദ്ധീകരണമാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം. ജലസ്നാനം എന്നത് അന്തരംഗത്തിൽ നടക്കുന്ന ശുദ്ധീകരണത്തിൻ്റെ ഭാഗ്യ പ്രദർശനമാകുന്നു. കൂടാതെ 1 കൊരിന്ത്യർ 4:15 നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാരേറെയില്ല, ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്തിൽ ജനിപ്പിച്ചത് എന്ന് കാണുന്നു. ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗലോസിൻ്റെ ശുശ്രൂഷയിലാണ് കൊരിന്ത്യയിലെ ദൈവജനങ്ങൾ വീണ്ടും ജനനാനുഭവത്തിലേക്ക് കടന്നു വന്നത് എന്ന് വ്യക്തമാക്കുന്നു. പൗലോസ് തന്നെ അവരെയെല്ലാം സ്നാനം കഴിപ്പിക്കണം എന്നത് നിർബന്ധമാണല്ലോ. മാത്രമല്ല 1 കൊരിന്ത്യർ 1:44 14-15 വാക്യങ്ങളിൽ ക്രിസ്പാസിനെയും ഗായോസിനെയും ഒഴികെ മറ്റാരെയും താൻ കൊരിന്ത്യയിൽ സ്നാനം കഴിപ്പിച്ചില്ല എന്ന് കാണുന്നു. ആകയാൽ സ്നാനത്താലല്ല സുവിശേഷത്താലാണ് വീണ്ടും ജനനം നടക്കുന്നതെന്ന് വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം തിരുവെഴുത്ത് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് പഠിപ്പിക്കുന്നുണ്ട്. വെള്ളം തളിച്ചോ 2 വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. 2 വെള്ളം തളിച്ചോ കോരി ഒഴിച്ചോ തൊട്ടു പുരട്ടിയോ സ്നാനം നടത്താമെന്ന ദുരുപദേശം ക്രിസ്തീയ സ്നാനത്തെ സംബന്ധിച്ച് ക്രിസ്തീയ സഭകളിൽ കടന്നുകൂടിയിരിക്കുന്ന ഒരു തെറ്റായ ധാരണയാണത്. പഠിപ്പിക്കലുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആദിമ നൂറ്റാണ്ടിൽ ജലസ്നാനം നൽകിയിരുന്നത് വെള്ളത്തിൽ നിമഞ്ജിച്ചു മുക്കി തന്നെയായിരുന്നുവെന്ന് പുതിയ നിയമം വ്യക്തമാക്കുന്നു. സ്നാനം എന്നതിനെ മൂലഭാഷയിലും ഇതര ഭാഷകളിലും ഉപയോഗിച്ചിട്ടുള്ള പദങ്ങൾ നോക്കിയാൽ മുങ്ങുക, മുക്കുക, മുഴുക്കുക എന്നിവ അർത്ഥം തന്നെ പദങ്ങളാണ് കാണുന്നത്. യോഹന്നാൻ സ്നാനം നടത്തിയത് യോർദാൻ നദിയിലായിരുന്നു. യേശു യോഹന്നാനാൽ സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. പ്രീസലോടെ പ്രിയരെ, യേശു സ്നാനം പെട്ടതും യോർദാൻ നദിയിലായിരുന്നു. യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചതും അവിടെയായിരുന്നു. റോമൻ കത്തോലിക്ക ബൈബിളിലെ വെള്ളത്തിൽ നിന്ന് പൊന്തി വന്നു എന്ന് കാണുന്ന ഇംഗ്ലീഷ് ബൈബിളിൽ ജീസസ് ജീസസ് കം അപ്പ് എന്ന് കാണുന്നുണ്ട്. വാട്ടർ എന്നതാണ്. തളിപ്പിക്കലോ തൊട്ടു പുരട്ടലോ മതിയായിരുന്നുവെങ്കിൽ സ്നാപകനെ വിളിച്ചു വരുത്തി കർത്താവിനെ അക്കാര്യം നിവർത്തിക്കാമായിരുന്നു. എന്നാൽ പിതാവിൻ്റെ നീതിയെ നിവർത്തിപ്പാൻ ഗലീലയിൽ നിന്ന് യോർദാൻ വരെ കാൽനടയായി ചെന്ന് യോർദാൻ നദിയിലേക്ക് യേശു നിമഞ്ജന സ്നാനമാണ് സ്വീകരിച്ചെന്ന പദ്ധതിയെ മാറ്റി പ്രതിഷ്ഠിക്കുവാൻ ക്രിസ്ത്യാനിക്ക് ഒരു അധികാരവുമില്ല. ഒരു ക്രിസ്ത്യ സഭകൾക്കോ അതിനധികാരമില്ല, പെന്തക്കോസ്തുകാർക്കോ ആർക്കും. കൂടാതെ അപ്പോസ്തല പ്രവൃത്തി 8:35-40 വരെയുള്ള ഭാഗങ്ങളിൽ ഷണ്ണൻ വെള്ളത്തിൽ നിറങ്ങി സ്നാനപ്പെട്ടതായി കാണുന്നു. സ്നാനം സംബന്ധിച്ചുള്ള വ്യവസ്ഥയ്ക്ക് അല്പമെങ്കിലും വ്യത്യാസം വരുത്തുവാൻ മനുഷ്യർക്ക് അവകാശം ഉണ്ടായിരുന്നില്ല. അതിവിടെ പ്രായോഗികമാക്കുന്നു. ആയതിനാൽ സ്നാപകനും സ്നാനാർത്ഥിയും വെള്ളത്തിലിറങ്ങി സ്നാനപ്പെടുത്തുന്ന പദ്ധതി മാത്രമേ ആദിമ നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. സ്നാപക യോഹന്നാൻ ആദ്യം സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു ബെഥാനിയയിൽ ആയിരുന്നു. എന്നാൽ പിന്നീട് ധാരാളം വെള്ളമുള്ള സ്ഥലമായ ഐനോനിലേക്ക് സ്നാനം മാറ്റിയതായി കാണുന്നു. യോഹന്നാൻ 3:21 ഒരു സ്ഥലത്ത് വെള്ളം കുറഞ്ഞുവെന്ന് കണ്ടപ്പോൾ വളരെ വെള്ളമുള്ള ഒരു സ്ഥലത്തെ തേടി പോകുവാൻ കാരണം ജലസ്നാനം നിമഞ്ജനത്താൽ തന്നെ ചെയ്യണം എന്നുള്ളതാണ് ദൈവിക കൽപ്പന എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ജലസ്നാനത്തിൻ്റെ അർത്ഥം തന്നെ ക്രിസ്തുവിനോടുകൂടി അടുപ്പിക്കപ്പെടുക എന്നത്. മരിച്ചു പോയ ഒരാളിൻ്റെ ശരീരത്തിൽ അല്പം മണ്ണ് തൊട്ട് പുരട്ടിയാൽ അതടക്കമാകുകയില്ല. പൂർണ്ണമായി കല്ലറയുടെ ഉള്ളിലേക്ക് പോകുന്നത് പോലെ പാപസംബന്ധമായി മരിച്ച വിശ്വാസിയെ ജലകല്ലറയിൽ സംസ്കരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും സ്നാനം സന്ദർഭങ്ങളിൽ ചെയ്യേണ്ടതിന്. ആകയാൽ നിമഞ്ജനത്താലല്ലാതെ മറ്റൊരു യാതൊരു പ്രാകാരത്തിലും സ്നാനം നൽകുവാൻ ദൈവവചനത്തിന് വ്യവസ്ഥയില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ശിശുസ്നാനം എന്താണ്? അബദ്ധോപദേശം. ക്രിസ്തീയ സ്നാനം സംബന്ധിച്ച് ഇന്ന് നിലവിലിരിക്കുന്ന ഏറ്റവും
വിശകമായ മൂന്നാമത്തെ ഉപദേശമാണ് ശിശുസ്നാനം, തളിക്കൽ സ്നാനം. വേദപുസ്തകത്തിലെ ഒരു വാക്യത്തിൽ പോലും ശിശുക്കളെ സ്നാനപ്പെടുത്തണമെന്നുള്ള പറഞ്ഞിട്ടില്ല. ശിശുസ്നാനത്തെ സംബന്ധിച്ചുള്ള ഒരു സൂചനയാകട്ടെ അങ്ങനെ ഒരു പാദപ്രയോഗമാകട്ടെ ദൈവജനത്തിൽ കാണുന്നില്ല. വിശ്വസിക്കുവാനും ഏറ്റുപറയുവാനും കഴിയാത്തവരെ സ്നാനപ്പെടുത്തുക എന്നത് സ്നാന സംബന്ധമായ വാക്കുകൾക്ക് എതിരാണ്. അങ്ങനെ വിശ്വാസത്താൽ ലഭിച്ച അനുഭവത്തിൻ്റെ അടയാളവും പ്രഖ്യാപനവും സാക്ഷ്യവുമായ സ്നാനം നിലകൊള്ളുന്നു. ആകയാൽ വിശ്വാസം എന്ന വ്യവസ്ഥയ്ക്ക് വിധേയരായവർ മാത്രമാണ് സ്നാനമേൽക്കേണ്ടത്. മാത്രമല്ല കർത്താവോ ശിഷ്യന്മാരോ ശിശുസ്നാനം നടത്തണമെന്ന് ഒരു കൽപ്പന തന്നിട്ടില്ല. കൂടാതെ ആദിമസഭയിൽ അങ്ങനെ ഒരു നടപടി ഉണ്ടായിരുന്നില്ല. പിന്നെ ക്രൈസ്തവ സഭയിൽ മണ്ഡലത്തിൽ സമ്പ്രദായം എങ്ങനെ നുഴഞ്ഞു കയറി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ക്രൈസ്തലോടെ അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്ന വിവരണപ്രകാരം കർത്താവിൻ്റെ സഭ 3 നൂറ്റാണ്ട് വരെയും ഉപദേശ പിശകില്ലാതെ പരിപാവനമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. എന്നാൽ AD 300 ശേഷം പുറജാതി ബാബിലോണിയ മതം ക്രൈസ്തവ സഭയിൽ ലയിക്കുവാനിടയായി. കുസ്തന്തീനോസ് കോൺസ്റ്റാൻ്റൻ ചക്രവർത്തിയും തൻ്റെ അനുയായികളും മതപരിവർത്തനം കൂടാതെ മതവർത്തനം ചെയ്യുകയും പുറജാതി ബാബിലോണിയ മതത്തിലെ നിരവധി ദുരാചാരങ്ങൾ ക്രിസ്തീയ സഭയിൽ നുഴച്ചു കയറുകയും ചെയ്യുകയും ചെയ്യേണ്ടതായി. എന്നാൽ ഡോക്ടർ ഉട്ടർട്ട് തൻ്റെ സഭാചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ അഗസ്റ്റിൻ്റെ കാലത്തെ മനുഷ്യനിൽ അവൻ്റെ ജന്മഭാവം നിലനിൽക്കുന്നു എന്നറിവ് ശിശുസ്നാനത്തിന് കൂടുതൽ പ്രാബല്യം നൽകി. അതായത് ഒരു കുഞ്ഞ് സ്നാനപ്പെടാതെ മരിച്ചാൽ നിത്യനാശത്തിലകപ്പെടും എന്നുള്ളത് അവിടെ പഠിപ്പിക്കലുണ്ടായി എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ AD 481 അഗസ്റ്റിൻ കാലത്താണ് ഈ കൂടുതൽ പ്രാകാരത്തിൽ വന്നത്. എന്നാൽ ശിശുസ്നാനം വേദാനുസരണമാണെന്ന് കാണിപ്പാൻ ചിലർ അനേക വാദമുഖങ്ങൾ ഉന്നയിക്കാറുണ്ട്. അവയിൽ ചിലത് താഴെ കൊടുത്തിരിക്കുന്നു. ക്രൈസ്തലോട് ഹല്ലേലൂയ. ഞാൻ ഇത്രത്തോളം ദൈവസ്ഥലം നമുക്കായിരിക്കാൻ ദൈവം സഹായിച്ചല്ലോ. ശിശുക്കളെ എൻ്റെ കയ്യിലെടുത്ത് അനുഗ്രഹിച്ചാൽ ശിശുക്കൾ സ്നാനം നൽകാമെന്ന വാദം. ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുതേ, സ്വർഗരാജ്യം ഇങ്ങനെ ഉള്ളവരുടേതല്ലോ. മാർക്കോസ് 10:13-16. ഈ വാക്യങ്ങളിൽ സ്നാനത്തുള്ള യാതൊരു സൂചനയുമില്ല. അതായത് ശിശുസ്നാനം എന്ന സമ്പ്രദായം യേശു ഉദ്ദേശിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ അതിന് ഏറ്റവും ഉതകിയ സമയം ഇത് തന്നെയായിരുന്നു. പ്രത്യുത തൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരപ്പെട്ട സന്താനങ്ങളെ യേശു കരങ്ങളെടുത്ത് അനുഗ്രഹിക്കുകയും വാഴ്ത്തുകയും അവരെ സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ശിശുസ്നാനം ശരിയല്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രിയരെ, നമുക്ക് വീണ്ടും കാണാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളെ മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ഗോഡ് ബ്ലസ് യു. എല്ലാവരെയും ധാരാളം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.